ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണത്തിന് 2 പ്രവൃത്തിദിനം മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക നൽകും. തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് ഡിജിറ്റൽ മാധ്യമങ്ങളിലെ പരസ്യങ്ങൾ നിയന്ത്രിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി പശ്ചിമേഷ്യൻ സാഹചര്യം ടെലിഫോണിൽ ചർച്ച ചെയ്തു. പെരുന്നാൾ ദിനത്തിലും പശ്ചിമേഷ്യ സംഘർഷഭരിതം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ്സിയെ കൊച്ചിയിൽ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണത്തിന് 2 പ്രവൃത്തിദിനം മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക നൽകും. കോഴിക്കോട് നോർത്ത് നിയമസഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് രാവിലെ പത്രിക നൽകും. ഡൽഹി മുഖ്യമന്ത്രി രേഖാ ശർമ്മ പത്രികാ സമർപ്പണത്തിലും റോഡ് ഷോയിലും പങ്കെടുക്കും. ബേപ്പൂരിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി പി എ മുഹമ്മദ് റിയാസും രാവിലെ പത്രിക നൽകും. കോഴിക്കോട് നോർത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രൻ, കൊയിലാണ്ടിയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ പ്രവീൺകുമാർ, കുന്നമംഗലത്തെ യുഡിഎഫ് സ്ഥാനാർത്ഥി എം എ റസാഖ്, തിരുവമ്പാടിയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫ് എന്നിവരും ഇന്ന് പത്രിക നൽകും. കണ്ണൂർ പേരാവൂരിൽ യുഡിഎഫിലെ സണ്ണി ജോസഫ്, എൽഡിഎഫിലെ കെ കെ ശൈലജ, എൻഡിഎയിലെ പൈലി വാത്യാട്ട്, ധർമ്മടത്തെ യുഡിഎഫ് സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ്, മട്ടന്നൂരിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി വി കെ സനോജ്, യുഡിഎഫ് സ്ഥാനാർത്ഥി ചന്ദ്രൻ തില്ലങ്കേരി, എൻഡിഎയിലെ ബിജു ഏളക്കുഴി, ഇരിക്കൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി സജീവ് ജോസഫ്, കല്യാശ്ശേരിയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി കപ്പച്ചേരി രാജീവൻ, തലശ്ശേരിയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കാരായി രാജൻ, യുഡിഎഫ് സ്ഥാനാർത്ഥി കെ പി സാജു എന്നിവരും ഇന്ന് പത്രിക നൽകുന്നവരിൽ ഉൾപ്പെടുന്നു. പയ്യന്നൂരിലെ കക്ഷിരഹിത സ്ഥാനാർത്ഥി ബി കുഞ്ഞികൃഷ്ണനും ഇന്ന് പത്രിക സമർപ്പിക്കും. എൻഡിഎയുടെ എ പി ഗംഗാധരനും പത്രിക നൽകും. തളിപ്പറമ്പിൽ എൽഡിഎഫിലെ പി കെ ശ്യാമള, കല്യാശ്ശേരിയിൽ എൽഡിഎഫിലെ പി കെ പ്രവീൺ എന്നിവരും ഇന്ന് പത്രിക നൽകും. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരൻ, കോട്ടയം പുതുപ്പള്ളിയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ എം രാധാകൃഷ്ണൻ, യുഡിഎഫിലെ ചാണ്ടി ഉമ്മൻ എന്നിവർ രാവിലെ പത്രിക നൽകും. പൂഞ്ഞാറിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തിങ്കലും രാവിലെ പത്രിക സമർപ്പിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് ഡിജിറ്റൽ മാധ്യമങ്ങളിലെ പരസ്യങ്ങൾ നിയന്ത്രിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും വ്യക്തികളും സംഘടനകളും പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് അതത് ജില്ലകളിലെ മീഡിയ സർട്ടിഫിക്കേഷൻ ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റികളുടെ അനുമതി വാങ്ങേണ്ടതാണ്. ടിവി, റേഡിയോ പരസ്യ സ്ക്രീനുകൾ, സാമൂഹ്യമാധ്യമങ്ങൾ, ഇ പേപ്പർ, ബൾക്ക് എസ്എംഎസ്, വോയിസ് മെസ്സേജ് എന്നീ പ്രചാരണങ്ങൾക്കും അനുമതി ആവശ്യമാണ്. നിശ്ചിത സമയക്രമം പാലിച്ച് ഇതിന് അപേക്ഷ നൽകണം. സ്ഥാനാർത്ഥികൾ പത്രിക നൽകുന്ന സമയത്ത് അവരുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ സംബന്ധിച്ച വിശദാംശങ്ങളും നൽകേണ്ടതാണ്. സാമൂഹ്യമാധ്യമങ്ങളടക്കം ഇന്റർനെറ്റ് പ്രചാരണങ്ങൾക്ക് ചെലവഴിച്ച തുകയെപ്പറ്റി തെരഞ്ഞെടുപ്പ് പൂർത്തിയായി 75 ദിവസത്തിനകം രാഷ്ട്രീയ പാർട്ടികൾ കമ്മീഷന് വിവരം നൽകേണ്ടതാണ്. തെരഞ്ഞെടുപ്പിലെ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾക്കെതിരെ പൊതുജനങ്ങൾക്ക് നേരിട്ട് പരാതി നൽകാൻ സജ്ജമാക്കിയ സി വിജിൽ സംവിധാനത്തിന് മികച്ച പ്രതികരണം ലഭിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. ഇന്നലത്തെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 4585 പരാതികൾ ലഭിച്ചു. ഇതിൽ 4528 പരാതികളും പരിശോധിച്ച് തീർപ്പാക്കി. പരാതിയിൽ നടപടിയെടുക്കാൻ ശരാശരി 10 മിനിറ്റും 45 സെക്കൻഡും മാത്രമാണ് വേണ്ടിവന്നതെന്നും ഡോക്ടർ കേൽക്കർ പറഞ്ഞു. തീർപ്പാക്കിയ പരാതികളിൽ 4516 എണ്ണവും വസ്തുതാപരമായി ശരിയാണെന്ന് കണ്ടെത്തി. ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പൊതുജനങ്ങളുടെ ഉയർന്ന ജാഗ്രതയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിലയിരുത്തി. തിരുവനന്തപുരം ജില്ലയിൽ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് ഇതുവരെ 2563 പ്രചാരണ ബോർഡുകളും അനധികൃത പ്രചാരണ സാമഗ്രികളും നീക്കം ചെയ്തു. സ്വകാര്യ സ്ഥലങ്ങളിൽ നിന്നും പ്രചാരണ സാമഗ്രികൾ മാറ്റിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കും താമസ സ്ഥലത്ത് തന്നെ വോട്ട് ചെയ്യാൻ ഏർപ്പെടുത്തിയ സംവിധാനത്തിൽ കണ്ണൂർ ജില്ലയിൽ 41,718 വോട്ടർമാർ. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ. ഭിന്നശേഷിക്കാരായ 22,908ഉം 85 വയസ്സ് കഴിഞ്ഞ 18,810 വോട്ടർമാർ ജില്ലയിലുള്ളതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. 85-ന് മുകളിൽ പ്രായമുള്ളവർ ഏറ്റവും കൂടുതൽ ഇരിക്കൂർ മണ്ഡലത്തിലാണ്, കുറവ് അഴീക്കോട് മണ്ഡലത്തിലും. ഭിന്നശേഷി വോട്ടർമാർ കൂടുതലുള്ളതും ഇരിക്കൂറിലാണ്, ഏറ്റവും കുറവ് കണ്ണൂർ മണ്ഡലത്തിലും. പോസ്റ്റൽ ബാലറ്റ് അനുവദിച്ചു കഴിഞ്ഞാൽ നിശ്ചിത ദിവസം പോളിംഗിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ അനുബന്ധം 12 പ്രകാരം പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വീട്ടിലെത്തി തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തും. സ്വന്തമായി വോട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സഹായം സ്വീകരിക്കാവുന്നതാണ്. ഇങ്ങനെ സഹായം തേടുന്നവർ സഹായ ഡിക്ലറേഷൻ നൽകണം.
പരിസ്ഥിതി സൌഹാർദ്ദ തെരഞ്ഞെടുപ്പിനായി ഗ്രീൻ ബട്ടൺ ക്യാമ്പയിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തെരഞ്ഞെടുപ്പ് ഹരിതച്ചട്ടം പാലിച്ച് നടപ്പാക്കാൻ തയ്യാറാക്കിയ ഗ്രീൻ പ്രോട്ടോകോൾ ഹാൻഡ്ബുക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ പ്രകാശനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി പശ്ചിമേഷ്യൻ സാഹചര്യം ടെലിഫോണിൽ ചർച്ച ചെയ്തു. എണ്ണപ്പാടങ്ങൾക്കും സിവിലിയൻ മേഖലയ്ക്കും നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ ഇരു നേതാക്കളും അപലപിച്ചു. മേഖലയിലെ കപ്പൽ ഗതാഗതം സുരക്ഷിതവും സ്വതന്ത്രവുമാക്കേണ്ടതിന്റെ ആവശ്യകത ഇരു നേതാക്കളും എടുത്തു പറഞ്ഞു. ബഹ്റിനിലെ ഇന്ത്യൻ സമൂഹത്തിന് പിന്തുണ നൽകുന്നതിൽ ബഹ്റിൻ ഭരണാധികാരിക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ഈദ് ആഘോഷങ്ങൾക്കിടയിലും ഇറാൻ ഇസ്രയേലിലും ഗൾഫ് അറബ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളിലേക്കും മിസൈൽ ആക്രമണം നടത്തി. അതേസമയം പേർഷ്യൻ പുതുവത്സരമായ നൌറുസ് ദിനത്തിൽ ടെഹ്റാനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണവും ഉണ്ടായി. സംഘർഷം മൂർച്ഛിക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് 3 യുദ്ധക്കപ്പലുകളെയും 2500 നാവികരെയും വിന്യസിച്ചു. ഇറാന്റെ വൈദ്യുതി സ്രോതസ്സായ ഗ്യാസ് ഫീൽഡ് ആക്രമണം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥന പ്രകാരം ഇസ്രായേൽ നിർത്തുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ എണ്ണവില വർധന തുടരുകയാണ്. ഇറാനിൽ ഇതുവരെ 1300-ലധികം ആളുകളും ലെബനിൽ 1000-ലധികം ആളുകളും 15 ഇസ്രായേൽ സൈനികരും 13 യുഎസ് സൈനികരും സംഘർഷത്തിൽ മരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ ഊർജ്ജ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ കേന്ദ്രം വിവിധ മന്ത്രാലയങ്ങളെ ഏകോപിപ്പിച്ച് പ്രവർത്തനം ശക്തിപ്പെടുത്തി. പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത, വാങ്ങിക്കൂട്ടലുകൾ എന്നിവ തടയാനാണ് ഗവൺമെന്റ് നടപടി. രാജ്യത്ത് ഇന്ധന ലഭ്യതയിൽ കുറവില്ലെന്നും എൽപിജിയുടെ ആഭ്യന്തര ഉൽപാദനം ഏകദേശം 40% വർദ്ധിപ്പിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. വീടുകൾക്കും ഗതാഗതത്തിനുമാണ് എൽപിജി വിതരണത്തിലെ മുൻഗണന. പശ്ചിമേഷ്യയിലെ സംഘർഷ മേഖലകളിൽ നിന്നും 100 കണക്കിന് ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരിച്ചെത്തിച്ചതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഉത്തരേന്ത്യയിൽ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു വിശ്വാസികൾക്ക് റംസാൻ ആശംസകൾ നേർന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഡോക്ടർ വന്ദനദാസ് വധക്കേസിൽ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് ശിക്ഷ വിധിക്കും. പ്രതി സന്ദീപിന് വധശിക്ഷ നൽകണമെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണക്കാക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഓർലിയൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ തൻവി ശർമ്മയും ഇഷാറാണി ബറുവയും വനിതാ സിംഗിൾസ് സെമിയിലെത്തി. ജപ്പാൻ താരത്തെ തോൽപ്പിച്ചാണ് തൻവിയുടെ സെമി പ്രവേശം. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മാളവിക ബെൻസോദ് പിന്മാറിയതിനെ തുടർന്നാണ് ഇഷാറാണി സെമിയിലെത്തിയത്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ പഞ്ചാബ് എഫ്സിയെ നേരിടും. വൈകിട്ട് 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മലബാറിലെ ആദ്യ സോളാർ പോലീസ് എയ്ഡ് പോസ്റ്റ് പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്തു. കത്തുന്ന വെയിലിൽ റോഡിൽ ജോലി ചെയ്യുന്ന ട്രാഫിക് പോലീസിനായി പ്രവർത്തിക്കുന്ന എയ്ഡ് പോസ്റ്റിൽ കൂളിംഗ് വിൻഡോകൾ, ഫാൻ, എക്സോസ്റ്റ് ഫാൻ തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൊല്ലം നീണ്ടകരയിൽ മീൻപിടുത്ത ബോട്ട് മുങ്ങി. ബോട്ടിലുണ്ടായിരുന്ന 7 തൊഴിലാളികളെ മറ്റ് ബോട്ടുകളിലെ തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കൊല്ലം കാവനാട് 16 കിലോയിലേറെ കഞ്ചാവുമായി യുവാവ് എക്സൈസ് പിടിയിലായി. കല്ലുവാതുക്കൽ നടക്കൽ സ്വദേശി അരുണനാണ് കസ്റ്റഡിയിലായത്. കോഴിക്കോട് ജില്ലയിലെ പക്ഷിപ്പനി ബാധിത മേഖലയിൽ വളർത്തുപക്ഷികളുടെ കള്ളിംഗ് ഇന്ന് ആരംഭിക്കും. 15,000-ഓളം പക്ഷികളെ കൊന്നൊടുക്കാനാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ തീരുമാനം. ആലപ്പുഴയിലെ പക്ഷിപ്പനി ബാധിത പ്രദേശങ്ങളിലും കള്ളിംഗ് ഇന്ന് തുടങ്ങും. കൊല്ലം പോരുവഴി പെരുവിരുത്തി മലനട ക്ഷേത്രത്തിൽ മലക്കുട ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 27-നാണ് മഹോത്സവം. നാളെ വൈകിട്ട് മലക്കുട സമ്മേളനം മുൻ അംബാസിഡർ ടി.പി. ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്യും. മലയപ്പൂപ്പൻ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ചടങ്ങിൽ സമ്മാനിക്കും. വിദ്യാഭ്യാസ മന്ത്രാലയം ഇന്ന് മുംബൈയിൽ ഭാരത് ഇന്നോവേറ്റ്സ് ഡീപ് ടെക് പ്രീ സമ്മിറ്റ് സംഘടിപ്പിക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചടങ്ങിനെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ 3000-ലധികം അപേക്ഷകരിൽ നിന്ന് തിരഞ്ഞെടുത്ത 137 ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകൾ 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് ഏതാനും ജില്ലകളിൽ നാളെ വരെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണത്തിന് 2 പ്രവൃത്തി ദിനം മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക നൽകും. തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക്, ഡിജിറ്റൽ മാധ്യമങ്ങളിലെ പരസ്യങ്ങൾ നിയന്ത്രിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി പശ്ചിമേഷ്യൻ സാഹചര്യം ടെലിഫോണിൽ ചർച്ച ചെയ്തു. പെരുന്നാൾ ദിനത്തിലും പശ്ചിമേഷ്യ സംഘർഷഭരിതം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ്സിയെ കൊച്ചിയിൽ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.